നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ഈ വർഷം ഇന്ത്യയിൽ സംഭവിച്ച അലോസരപ്പെടുത്തുന്ന 4 കാര്യങ്ങളുമായി സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് RF നരിമാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. അതിൽ പ്രധാനമായും കണ്ടെത്തിയവയിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി ബന്ധവുമുണ്ട്. കേരള നിയമസഭ പാസാക്കി നൽകിയ 8 ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ 23 മാസത്തോളം കാത്തിരുന്നിട്ടും ഫയലിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിടാത്ത നടപടിയെക്കുറിച്ചാണ് അദ്ദേഹം പരാമർശിച്ചത്. സുപ്രീം കോടതി ഇടപെട്ടതോടെ അതിൽ 7 ബില്ലും രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചതിനെയും അദ്ദേഹം വിമർശിക്കുകയായിരുന്നു. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴാണ് ജസ്റ്റിസ് നരിമാൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭരണഘടനയിലെ പരിശോധനയും ബാലൻസും എന്ന വിഷയത്തിൽ വെള്ളിയാഴ്ച നടന്ന പ്രഭാഷണത്തിലാണ് ജസ്റ്റിസ് നരിമാൻ തന്റെ പ്രസ്താവനകൾ വിശദീകരിച്ചത്. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ചുള്ള BBC ഡോക്യുമെന്ററികളും സർക്കാരിന്റെ തിരിച്ചടിയും തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ബിൽ കേന്ദ്രം പാസാക്കിയതും ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ സുപ്രീം കോടതി വിധിയും ഇന്ത്യ കണ്ട മറ്റ് അസ്വസ്ഥതകൾ ഉളവാക്കുന്ന സംഭവങ്ങളാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. 2023 ജസ്റ്റിസ് നരിമാൻ പറഞ്ഞതനുസരിച്ച് സർവകലാശാല നിയമനം മുതൽ ജീവനക്കാരുടെ ശമ്പളം, ബില്ലുകൾ പാസാക്കൽ തുടങ്ങി നിരവധി വിഷയങ്ങളിൽ കേരളത്തിലെ LDF സർക്കാരുമായി കലഹിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പട്ടികയിൽ 3ാമതാണ്. ഈ വർഷം കണ്ടെത്തിയ 3ാമത്തെ അലോസരപ്പെടുത്തുന്ന വസ്തുത പരമ്പരാഗതമായി ന്യൂനപക്ഷമായ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹമാണ് 23 മാസം വരെ ബില്ലുകൾ ഒപ്പിടാതെ ഇരുന്നത്. ജസ്റ്റിസ് നരിമാൻ തന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു, സുപ്രീം കോടതി അദ്ദേഹത്തെ വിരട്ടിയപ്പോൾ അവൻ എന്താണ് ചെയ്തത്? അത്തരം 8 ബില്ലുകൾ ഉണ്ടായിരുന്നു. 7 ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചു. ഇത് വളരെ അസ്വസ്ഥമാക്കിയ വിഷയമാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുകയായിരുന്നു. കാരണം രാഷ്ട്രപതിയെ കുറിച്ചുള്ള മൊത്തവ്യാപാര പരാമർശമുണ്ടെങ്കിൽ പിന്നെ സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ബില്ലുകളെ സംബന്ധിച്ച് കേരള ഗവർണറുടെ പ്രവർത്തന ശൈലി ലളിതമായ ഒരു പ്രശ്നമല്ല. കാരണം ഗവർണർ ഒരു ബില്ലിനെ തിരിച്ചയക്കുന്നത് പോലെയല്ല, അത് തിരിച്ചയച്ചതിന് ശേഷം ഗവർണർ ഒപ്പിടുക തന്നെ ചെയ്യണം എന്ന് അദ്ദേഹം ആവർത്തിച്ചു. ഇത് കേന്ദ്ര സർക്കാരിന്റെ മുന്നിലെത്തുകയും കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിക്കുകയും ചെയ്താൽ അതോടെ ബില്ലിന്റെ കഥ കഴിഞ്ഞു, ജസ്റ്റിസ് നരിമാൻ ചൂണ്ടിക്കാട്ടി. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, മറ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ നിയമനം, സേവന വ്യവസ്ഥകൾ, ഓഫീസ് കാലാവധി എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകൾ 2023 ചർച്ചയ്ക്ക് ശേഷം ലോക്സഭ ശബ്ദ വോട്ടിലൂടെ പാസാക്കിയിരുന്നു. ഡിസംബർ 12 രാജ്യസഭ ഇത് അംഗീകരിക്കുകയായിരുന്നു. വരും ദിവസങ്ങളിൽ നിയമമാകുന്ന ബിൽ അനുസരിച്ച് നിയമമന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള ഒരു സെർച്ച് കമ്മിറ്റി, 2 കേന്ദ്ര സെക്രട്ടറിമാർ അടങ്ങുന്ന 5 പേരുകൾ CEC ECമാരായി നിയമിക്കുന്നതിന് സെലക്ഷൻ കമ്മിറ്റിയുടെ പരിഗണനയ്ക്കായി ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. പ്രധാനമന്ത്രിയും അദ്ദേഹം നോമിനേറ്റ് ചെയ്യുന്ന കേന്ദ്രമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന പാനലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ആകസ്മികമായി സെർച്ച് കമ്മിറ്റി ഷോർട്ട് ലിസ്റ്റ് ചെയ്യാത്തവരെ പോലും പരിഗണിക്കാനുള്ള അധികാരം സെലക്ഷൻ പാനലിന് ഉണ്ടായിരിക്കും. ഇത് അസ്വസ്ഥാജനകമായ സംഭവ വികാസമാണെന്ന് ജസ്റ്റിസ് നരിമാൻ പറയുന്നു. കാരണം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നിങ്ങൾ ഈ രീതിയിൽ നിയമിക്കുകയാണെങ്കിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് ഒരു ചൈതന്യമായി മാറും. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത്, തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ പാസാക്കിയ ഭേദഗതി ബിൽ തുടങ്ങിയവയും അലോസരപ്പെടുത്തുന്ന സംഭവങ്ങളാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി.